എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിര വരുമാനത്തോടൊപ്പം നമുക്ക് എങ്ങനെ ഒരു അധിക വരുമാനം ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. കാരണം നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഒരു സ്ഥിര വരുമാനമൊക്കെയുണ്ട്, പക്ഷെ അവർക്ക് അത് തികയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു മാസാവസാനമാകുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ തീരും. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ട ഒരവസ്ഥയാണ്, അല്ലേ? ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആളുകളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഉയർന്ന ശമ്പളമുള്ള ആളുകളെയല്ല, അങ്ങനെയുള്ള ആളുകളല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ഉള്ളത്. അതിലപ്പുറം ഒരു മാസം വലിയ കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വരുമാന മാർഗമുള്ള ആളുകളാണ്. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഡീഷണൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ, ആഘോഷം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു അഡീഷണൽ എക്സ്പെൻസ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനിങ്ങും തെറ്റും, അല്ലേ? സാമ്പത്തികമായിട്ട് വല്ലാതെ നമ്മൾ പിരിമുറുക്കത്തിലാവുമെന്നുള്ളതാണ് എല്ലാ ആളുകളുടെയും അവസ്ഥ. ആ സമയത്ത് നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് കടം വാങ്ങിക്കും, എന്നിട്ട് കാര്യങ്ങൾ നടത്തും. പക്ഷെ ആ ബാധ്യത അപ്പോഴും അവിടെ കിടക്കും. പിറ്റേത്തെ മാസമാകുമ്പോൾ ആ ബാധ്യതയും കൂടി തീർക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അവർക്കും ഒരു സാധാരണ ജീവിതം നയിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങളോ പ്രശ്നങ്ങളോ ബാധ്യതകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് താളം തെറ്റുന്ന അവസ്ഥയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കിട്ടുന്ന വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷെ കിട്ടുന്ന വരുമാനം നമ്മൾ വിചാരിക്കുന്ന പോലെ തികയാത്ത ഒരവസ്ഥ. ഇവിടെയാണ് ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് എങ്ങനെ ഒരു അഡീഷണൽ ഇൻകം, ഒരു അധിക വരുമാനം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത് റിസ്ക് എടുക്കാനുള്ള ഒരു ചെറിയൊരു മനസ്സ് നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ഈ അലസത, മടി, ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റണം. പിന്നെ പറയാനുള്ളത് ഈ സ്റ്റാർട്ടിങ് ട്രബിൾ, ഒരു കാര്യത്തിന് ഇറങ്ങാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രമേ ഒരു അധിക വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. നമുക്കൊക്കെ ഐഡിയ ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഇതിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യമില്ല, റിസ്ക് എടുക്കാനുള്ള മനസ്സില്ല, കുറേയൊക്കെ മടിയാണ്. കാരണം ഒരു ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇനി വേറൊരു കാര്യം ചെയ്യാനുള്ളൊരു മടി, അല്ലെങ്കിൽ അത് റിസ്ക് എടുക്കാനുള്ള മടി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, നമ്മുടെ ജോലിയോടൊപ്പം പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മളെ പിന്നോട്ടേക്ക് വലിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയൊക്കെ മാറ്റിയാൽ മാത്രമേ നമുക്കൊരു പുതിയൊരു കാര്യം ജീവിതത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അധിക വരുമാനം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലൂടെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം? അതിൽ ഒരു 4 കാറ്റഗറി ഞാൻ പറയാം. ഈ 4 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഏത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും അതിൽ 100% ആത്മസമർപ്പണത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ, അതിലേക്ക് ഇറങ്ങാൻ പറ്റിയാൽ, തീർച്ചയായിട്ടും ജീവിതത്തിലൊരു മാറ്റം കടന്നു വരുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇപ്പോൾ കിട്ടുന്ന സ്ഥിര വരുമാനത്തിൻ്റെ കൂടെ ഒരു പുതിയ കുറച്ചൊരു വരുമാനം കൂടി അധികം കിട്ടിയാൽ, എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭംഗിയും സ്വഭാവവും ഒരു കോൺഫിഡൻസും ഒക്കെ മാറുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഈ 4 കാറ്റഗറി എന്ന് പറയുന്നത്, അതിൽ ഒന്നാമത് ചെറുകിട സംരംഭങ്ങളാണ്. അതായത് വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചെറുകിട സംരംഭങ്ങളുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന, അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. രണ്ടാമത് പറയാനുള്ളത്, നമുക്ക് വ്യക്തിപരമായ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. ഇനി മൂന്നാമത് പറയാനുള്ളത്, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഡയറക്റ്റായിട്ട് നമുക്കൊരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാലാമത്തെ കാര്യം, ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയൊരു മെഷീനറിയൊക്കെ ഉപയോഗിച്ച്
നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളിലൂടെയും എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ 4 കാറ്റഗറിയെ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കാറ്റഗറി എടുത്ത് നോക്കാം. അത് ചെറുകിട സംരംഭങ്ങളുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചെറുകിട സംരംഭങ്ങളുണ്ട്. ഇത് നിങ്ങളോട് വെറുതെ പറയുന്നതല്ല, എൻ്റെ അറിവിലുള്ള പല ആളുകളും ചെയ്ത് വിജയിപ്പിച്ച പല കാര്യങ്ങളും തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഫ്ലോർ ക്ലീനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനൊന്നും വലിയ ചിലവൊന്നുമില്ല. ഇതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ എല്ലാ ജില്ലകളിലും ടൗണുകളിൽ പോയി കഴിഞ്ഞാൽ ഇതിന് മാത്രമായിട്ടുള്ള ഷോപ്പുകൾ ഇഷ്ടംപോലെയുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറൊക്കെ യൂസ് ചെയ്തിട്ട് ഹാൻഡ് വാഷും ഡിഷ് വാഷും ഫ്ലോർ ക്ലീനിങ്ങും പോലുള്ള എല്ലാ ലിക്വിഡ് ഐറ്റംസും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വലിയ വിശാലമായ രീതിയിലൊന്നും നമ്മൾ തുടങ്ങേണ്ടതില്ല. വളരെ ചെറിയ രീതിയിൽ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റും. ഇതിൻ്റെ മാർക്കറ്റിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയൽവക്കങ്ങളിൽ ഒക്കെ നമുക്കിത് സെയിൽ ചെയ്തുകൊണ്ട് നമുക്കൊരു അധിക വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് നിർമ്മാണം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ചോദ്യം അല്ലേ. നമുക്ക് ഇത് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പല ആളുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ സോപ്പൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് മാത്രമേ നമുക്ക് ചിലവാവുകയുള്ളൂ. വളരെ തുച്ഛമായ പൈസ മാത്രമേ ചിലവാവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു കാൽക്കുലേഷൻ വേണമെങ്കിൽ അതുകൂടി ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചു തരാം. ഇപ്പോൾ നിങ്ങളൊരു സോപ്പ് നിർമ്മിക്കുകയാണ് വീട്ടിൽ, അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ ആക്കി നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല പ്രോഡക്റ്റ്, ഒരു നല്ല സോപ്പ് നിങ്ങൾ തയ്യാറാക്കാം. ഒരു ദിവസം ഒരു 100 സോപ്പ് ഉണ്ടാക്കിയാൽ മതി. ഒരു 20 രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ അതിന് വരുന്ന ചിലവ് എത്രയാണെന്നറിയോ? വെറും 5 രൂപയിൽ താഴെ അതിന് ചിലവ് വരും. ഇനി പോട്ടെ, 10 രൂപ ചിലവ് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതായത് അതിൻ്റെ ചിലവും നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഷോപ്പുകളിൽ കൊടുക്കുന്നതിൻ്റെ എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടി 10 രൂപ വരില്ല, എന്നാൽ പോലും 10 രൂപയുണ്ട് എന്ന് കരുതുക. നിങ്ങൾ 15 രൂപയ്ക്ക് ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, അവർ 20 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നു. നിങ്ങൾക്കുള്ള പ്രോഫിറ്റ് 5 രൂപ, ഷോപ്പുകാർക്കുള്ള പ്രോഫിറ്റ് 5 രൂപ. അപ്പോൾ ഒരു ഏരിയയിൽ പോയിട്ട് 20 ഷോപ്പുകളിൽ 5 സോപ്പ് വെച്ച് നിങ്ങൾ കൊടുക്കുക. അത്രയേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 20 ഷോപ്പുകളിൽ ഒരു ദിവസം 20 ഷോപ്പുകളിൽ കയറിയിട്ട് 5 സോപ്പ് അവിടെ വെക്കുക. അങ്ങനെ നമ്മുടെ ഒരു ജില്ലയിൽ എത്ര ഷോപ്പുകളുണ്ട്, എത്ര ഏരിയകളുണ്ട്, എത്ര ടൗണുകളുണ്ട്. ഇവിടെയൊക്കെ ഓരോ ദിവസം മാറി മാറി ഒരു 20 ഷോപ്പ് കണ്ടെത്തി അവിടെ ഒരു 5 എണ്ണം വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 100 എണ്ണം, അതായത് 20 ഷോപ്പുകളിൽ 5 എണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 100 എണ്ണം നമുക്കവിടെ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വരുമാനം എത്രയാണ്? 500 രൂപയാണ് അല്ലേ. ഒരു മാസമാകുമ്പോഴേക്കും 15,000 രൂപയാണ് നമുക്ക് ലാഭം കിട്ടുക. ഏറ്റവും കുറഞ്ഞ ലാഭമാണ് ഞാൻ പറയുന്നത് കേട്ടോ, അതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ഈ 15,000 രൂപ നമ്മുടെ സ്ഥിര വരുമാനത്തോടൊപ്പം ഈ 15,000 രൂപ എന്ന് പറയുന്നത് എത്ര വലിയ എമൗണ്ട് ആയിരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ചിലപ്പോൾ ഒരു സംശയമുണ്ടാകും, ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ഇതെങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും? ഇവിടെ പല രീതിയിൽ നമുക്ക് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സോഴ്സ് ഉണ്ട്. അതായത് ഞാൻ പറയുന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് യോജിച്ചത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക വീട്ടിൽ നിൽക്കുന്ന ആളുകൾക്കാണ്, വീട്ടമ്മമാർക്കാണ് അല്ലേ. ജോലിക്ക് പുറത്തു പോകുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇത് സാധ്യമാവില്ല. അവർക്ക് യോജിച്ച പല കാര്യങ്ങളും ഞാൻ ഈ പറയുന്ന കാറ്റഗറിയിലുണ്ട്. മാത്രവുമല്ല, ജോലി കഴിഞ്ഞ് വന്നിട്ടും നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ. ഈ 100 സോപ്പൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. വൈകിട്ടാണെങ്കിലും രാവിലെ ആണെങ്കിലും നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ വീട്ടിൽ ഉള്ള സ്ത്രീകളാണെങ്കിൽ എല്ലാവരും ജോലിക്ക് പോയി മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ സമയങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. സമയമില്ല എന്ന് പരാതി പറയുന്നത് സമയത്തെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ വലിയ ഒരു പ്രോഫിറ്റ് നമ്മുടെ ലൈഫിൽ ഒരു എക്സ്ട്രാ വരുമാനമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇത് നമുക്ക് ലാർജ് സ്കെയിലിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വളരെ ചെറിയ മുതൽ മുടക്കിൽ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് നമുക്ക് വലിയ ഒരു വ്യവസായമായിട്ട് വളർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകളൊക്കെ. ഇനി അടുത്ത ഒരു കാര്യം നോക്കിയാൽ നിങ്ങൾ അച്ചാറുകൾ, പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഷോപ്പുകളിലും അതുപോലെ തന്നെ വീടിനടുത്തുള്ള അയൽവക്കത്തുള്ള ആളുകൾക്കും ഒക്കെ നമുക്കത് കൊടുക്കാൻ പറ്റും. അതിലൂടെയും നമുക്കൊരു അധിക വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ചെറുകിട സംരംഭമാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള കടകളിലുമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അതൊരു വലിയ ബിസിനസ്സാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ സർവീസിങ് നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ്. ഒരു ഷോപ്പിൽ നമ്മളൊരു സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അവർ പറയുമ്പോൾ ആ സാധനം നമ്മൾ എത്തിക്കുക, എല്ലാ ദിവസവും എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. കാരണം സർവീസിങ് വളരെ പ്രോപ്പറായിരിക്കണം എന്നുള്ളതാണ് ഇതുപോലെയുള്ള കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഏലം, കുരുമുളക് പോലുള്ള ഇതൊക്കെ നമുക്ക് 25 കിലോ 50 കിലോയുടെ ഒക്കെ പാക്കറ്റ് നമുക്ക് ഹോൾസെയിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ ഫാക്ടറിയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കാഷ്നട്ട്, ഈ നമ്മുടെ ഈ കശുവണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ബൾക്കായിട്ട് വാങ്ങിയിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ കടകളിൽ പോയി കഴിഞ്ഞാൽ മാല പോലെ തൂക്കിയിട്ടിട്ട് കാണാറില്ലേ? അതിനൊക്കെ 20 രൂപ 25 രൂപയൊക്കെയാണ് ഒരു പാക്കറ്റിന് വില. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് നമുക്ക് വാങ്ങിക്കുമ്പോൾ ശരിക്കും വലിയൊരു ലാഭം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെറുകിട സംരംഭങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ, എന്നാൽ അത്യാവശ്യം തരക്കേടില്ലാതെ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന, അധിക വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ചെറുകിട സംരംഭങ്ങളുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ വലിയ ഒരു ലാർജ് സ്കെയിലിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന, പിൽക്കാലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇനി ചെറുകിട സംരംഭങ്ങളെ മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലാഭമുണ്ടാക്കാം, അധിക വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ്. എന്താണ് അതൊക്കെ? അതിൽ 1-2 കാര്യങ്ങൾ പറയാം. ഈ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള കഴിവുള്ള കുറേ ആളുകളുണ്ട്. ഈ വുഡിലൊക്കെ, മരത്തിലൊക്കെ ചില ആളുകൾ പല കാര്യങ്ങളും ഉണ്ടാക്കുന്നില്ല. അതുപോലെ പല ഈ പേപ്പർ കൊണ്ട് പല സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ തയ്യാറാക്കിയിട്ട് നമുക്ക്, ഇതിൻ്റെ മാർക്കറ്റാണ് നിങ്ങൾക്ക് വിഷയമെങ്കിൽ, മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള മാർക്കറ്റാണ് ഈ പുതിയ കാലത്ത് നമുക്ക് കാണാൻ പറ്റുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ വലിയൊരു മാർക്കറ്റ് നമുക്ക് എവിടെയും പോകാതെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റുമെന്ന ഒരു സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഷോപ്പുകളൊന്നും കൊണ്ടുപോകണ്ട, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, ഈ മുത്തുകളൊക്കെ കൊണ്ട് നമ്മുടെ മാലയും കമ്മലൊക്കെ ഉണ്ടാക്കുന്നില്ലേ അല്ലേ? നമ്മുടെ അടുത്തുള്ള ത്രെഡ് ഹൗസ് പോയി കഴിഞ്ഞാൽ ബൾക്കായിട്ട് നമുക്ക് പല സാധനങ്ങളും ചെറിയ പൈസയൊക്കെ വാങ്ങിക്കാൻ പറ്റും. ചെറിയ തിളങ്ങുന്നതും മിനുങ്ങുന്നതൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാലയും അതുപോലെ തന്നെ മറ്റ് ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ മാത്രമല്ല, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മുടെ ഏത് പ്രൊഡക്റ്റും മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴുണ്ട്. അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. അതെങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിൽ പല ആളുകൾ, ഒരുപാട് ആളുകൾ, 100 കണക്കിന് വീഡിയോസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളും കേൾക്കാൻ മാത്രമല്ല, കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അവിടെയുണ്ട്. ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള മേഖല മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്വന്തമായ കഴിവുകൾ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം? അധിക വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മൂന്നാമത് പറയാനുള്ളത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഡയറക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ടിട്ട് നമുക്ക് അതിൽ അധിക വരുമാനം ഉണ്ടാക്കാം. ഇപ്പോൾ ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, ഇവിടെയൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രകടിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. കുക്കിംഗ് ചാനലുകൾ കണ്ടിട്ടില്ലേ? ട്രാവൽ വ്ളോഗുകൾ കണ്ടിട്ടില്ലേ? ഇവരൊക്കെ അവരുടെ താല്പര്യവും പാഷനും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന
ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ കഴിവുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉപയോഗിച്ചിട്ട് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു വരുമാന മാർഗം. ഒരുപക്ഷെ അതിന് സമയമെടുക്കും, കാരണം ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. കാരണം നിങ്ങൾ ഇതിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമോ എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണം, ഇത്ര വാച്ച് അവർ വേണം എന്നൊക്കെ യൂട്യൂബിനായാലും ഫേസ്ബുക്കിനായാലും ഒക്കെ ഒരു ടാർഗറ്റ് ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം എല്ലാ കോണ്ടന്റുകൾക്കും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ അത്രയൊന്നും പോകണ്ട. നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയ വരുമാനം കിട്ടണം എന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് കുറച്ചു കാലം അതിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊക്കെ വലിയ വരുമാന മാർഗങ്ങളാക്കിയിട്ട് പിന്നീട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വലിയ അവസരങ്ങളാണ്. ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഫേസ്ബുക്കും യൂട്യൂബും പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് തരുന്നത്. അതൊരു വലിയ അവസരമാണ്. ഇനി വേണമെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ മെഷീനറീസ് ഒക്കെ വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കൂടി പരിശോധിച്ച് നോക്കാം. അതായത് നമ്മൾ ഈ സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ ടൈലറിങ് മെഷീനൊക്കെ വാങ്ങിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വളരെ മനോഹരമായിട്ട് തയ്ക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ തയ്ച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളുമായിട്ട്, ടെക്സ്റ്റൈൽ ഷോപ്പുകളുമായിട്ടൊക്കെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പേപ്പർ ബാഗ്, ചെറിയ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ പേപ്പർ ബാഗുകൾ, അത് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഷോപ്പുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വലിയ വരുമാന മാർഗം തന്നെയാണ്. ചെറിയൊരു വരുമാന മാർഗമല്ല. ഇതൊക്കെ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്കേറെ വിശാലമായ പ്ലാറ്റ്ഫോമും അവസരങ്ങളും മാർക്കറ്റും നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് ഇറങ്ങാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇതിനെല്ലാം പ്രശ്നം എന്താണ്? നമുക്ക് ഇതിലേക്ക് ഇറങ്ങാനുള്ള മടിയാണ് പ്രശ്നം, അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള മനസ്സാണ് പ്രശ്നം, ഈ സ്റ്റാർട്ടിങ് ട്രബിളാണ് പ്രശ്നം. ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നിങ്ങൾ കുടുംബസമേതം ഒരു യാത്ര പോയി ഒരു ഹോട്ടലിൽ താമസിച്ചു. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. കുറേ ആളുകൾ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട്. നിങ്ങൾക്കും അതിലിറങ്ങിയിട്ട് കുളിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തൊരു മടിയാണ്, അല്ലെങ്കിൽ അതിൽ ഇറങ്ങാൻ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. നിങ്ങൾ അതിലേക്ക് കാലെടുത്തെന്ന് വെച്ച് നോക്കിയേ, നിങ്ങൾ അറിയാതെ ഇറങ്ങി വീഴും അല്ലേ? അപ്പോൾ കാലെടുത്ത് വെക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. അത് കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ അതിൽ മുങ്ങി വീഴുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെയുള്ള കഴിവും എല്ലാ പ്രത്യേകതകളും നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിലേക്ക് ഇറങ്ങാൻ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മനസ്സ് പലപ്പോഴും നമുക്ക് കിട്ടാത്തതാണ് ഒരു പുതിയൊരു കാര്യം നമ്മളെ ചെയ്യുന്നതിൽ നിന്നും പിന്നിലേക്ക് വലിക്കുന്ന ഘടകമായി മാറുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള മടിയോ അലസതയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ ഒന്നും കൊണ്ടു നടക്കരുത്. ഇതൊക്കെ മെല്ലെ മെല്ലെ നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്കുള്ള നിങ്ങളിങ്ങ് ഇറങ്ങുക. അതൊക്കെ വലിയ വിജയങ്ങളായി, നേട്ടങ്ങളായി മാറുമെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഒരു 3-4 കാര്യങ്ങൾ കാറ്റഗറി പറഞ്ഞു. ചെറുകിട സംരംഭങ്ങളിലൂടെ നമുക്ക് വരുമാനമുണ്ടാക്കാം. സ്വന്തമായ കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ചെറിയ മെഷീനറീസ് ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെറിയ യൂണിറ്റ് ആരംഭിക്കാം. അതൊന്നുമില്ലെങ്കിൽ ഒരു ചെലവുമില്ലാതെ കുറച്ചു കാലം നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് പെർഫോം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എന്ന് പറഞ്ഞല്ലോ, യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ആമസോൺ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയും നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ അവസരമുണ്ട്. അതാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതും ഓൺലൈനായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ്. ഇത് നമുക്ക് ചിലവുള്ള കാര്യമൊന്നുമല്ല. മറ്റുള്ളവരുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ അക്കൗണ്ടിലൂടെ സെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു കമ്മീഷൻ കിട്ടുന്നു. അപ്പോൾ എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ടാഗ് ചെയ്യാം അതിലെ. അപ്പോൾ അതിലൊരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 100 കണക്കിന് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് കാണുക, മനസ്സിലാക്കുക, പഠിക്കുക. ഇതൊക്കെ നമുക്ക് മറ്റ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യണം. വൈകുന്നേരങ്ങളിലൊക്കെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടൊക്കെ നമുക്ക് കമ്പ്യൂട്ടറോ ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അവസരങ്ങളുടെ, സാധ്യതകളുടെ ഒരു വലിയ ലോകത്ത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ
ഒരു അധിക വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവം, ഭംഗി, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ അതൊക്കെ ബിൽഡ് ചെയ്യപ്പെടും. ജീവിതം കുറേ കൂടി മനോഹരമാകും. ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സ്ഥിര വരുമാനത്തിൻ്റെ കൂടെ ഒരു അധിക വരുമാനം കിട്ടാനുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കണ്ടെത്തുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ കൂടുതൽ ആലോചിച്ച് ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. ജീവിതം കുറെ കൂടി ആസ്വദിക്കുവാനും മനോഹരമാക്കാനുമുള്ളതാണെങ്കിൽ അവിടെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തടസ്സമാവരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു പുതിയ വരുമാന മാർഗം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി